രണ്ടു ദിവസം പഴക്കമുള്ളൊരു കഥയാ. കാസർഗോഡ് BJP സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ CK പത്മനാഭൻ, BJPയുടെ മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ ഇരിപ്പ് കണ്ടപ്പോൾ വാസ്തവത്തിൽ വലിയ സങ്കടം തോന്നി. അന്ന് അതേപ്പറ്റി ഒന്ന് പറയണമെന്ന്, രണ്ടു വാക്ക് പറയണമെന്ന് തോന്നി. പിറ്റേ ദിവസം നമ്മുടെ പപ്പേട്ടൻ മലയാള മനോരമയ്ക്ക് ഒരു അഭിമുഖ സംഭാഷണം അനുവദിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് പോലെ മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിലേക്ക് വരുന്ന ചില നേതാക്കൾ അവരുടെ കൂടെ അവരുടെ നിഴൽ പോലുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നല്ല ഘടാഘടിയൻ ഒരു രാഷ്ട്രീയ പ്രയോഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എനിക്ക് തോന്നിയത്. കാരണം കൃത്യമായ ഒരു രാഷ്ട്രീയം അതിലുണ്ട്. നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പി എഴുതിയൊരു കവിതയാ. അതായത് ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ വരാൻ 1000 പേരുണ്ടാവും, പക്ഷെ കരയുമ്പോൾ കൂടെ കരയാൻ നിഴലെങ്കിലും ഉണ്ടാകുമെന്നാണ് തമ്പിച്ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ചലച്ചിത്ര ഗാനമാണ്. പക്ഷെ ഇവിടെ CKP പറയുന്നത് BJPയിലേക്ക് വരുന്ന പല നേതാക്കളുടെയും, എല്ലാ നേതാക്കളുടെയും അവരുടെ കൂടെ അവരുടെ നിഴൽ പോലുമില്ല. പക്ഷെ ഈ വരുന്നവരുടെയും അവരെ സ്വീകരിക്കുന്നവരുടെയും വിചാരം ഇവരുടെ പിന്നിൽ ലക്ഷം പിന്നാലെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ നിഴൽ പോലുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ആരാ CKP? നമ്മുടെ പത്മനാഭൻ ചേട്ടൻ. അദ്ദേഹത്തിന് പണ്ട് ചില കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ 69 മുമ്പാ. 69 മുതൽ അദ്ദേഹം ഒരു സംഘപരിവാർ ഭാഗമാണ്. ജനസംഘത്തിലുണ്ടായിരുന്നു. അതിനുശേഷം BJPയിലുണ്ടായി. BJPയിലുണ്ടായപ്പോൾ അദ്ദേഹം ആദ്യമായി ഏറ്റെടുത്ത സ്ഥാനം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സ്ഥാനമാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ പിന്നീട് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി. ഈ അന്നത്തെ BJP എന്നൊക്കെ പറഞ്ഞാലേ തത്വാധിഷ്ഠിത BJPയാണ്, ഇപ്പോഴത്തെ BJP അല്ല. ഈ സമ്മേളനത്തിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ കാസർഗോട്ടെ പ്രചാരണ ഉദ്ഘാടന സമ്മേളനം, അതിൽ ഉദ്ഘാടകനായി പാർട്ടി വിളിച്ചിരുന്നതും തീരുമാനിച്ചിരുന്നതും CKPയാ. നല്ല ഗംഭീര പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് പുതിയ BJP നേതാവ്, കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ഏറ്റവും പുതിയ സ്റ്റാർ താരം നമ്മുടെ പത്മജ വേണുഗോപാൽ വേദിയിലേക്ക് വരുന്നത്. അപ്പോഴേക്കും ജനക്കൂട്ടത്തിന്റെ പ്രവർത്തകരുടെ വലിയ ആർപ്പുവിളിയായി. CKPയുടെ പ്രസംഗം മുറിഞ്ഞു, അതിന്റെ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ അതിനുശേഷമാണ് അദ്ദേഹം അറിയുന്നത്, അല്ലെ അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത്, താനല്ല ഉദ്ഘാടകൻ, പകരം പത്മജയാണെന്ന്. എന്നാ പിന്നെ പത്മജ ഉദ്ഘാടനം ചെയ്യട്ടെ. അദ്ദേഹം അങ്ങോട്ട് പോയില്ല. പത്മജ അവിടെ വേദിയിൽ ഒരു നിലവിളക്ക് കൊളുത്തി പ്രചാരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ CKP വേദിയുടെ ഒരു മൂലയ്ക്ക് അതിൽ പങ്കെടുക്കാതെ മാറിയിരുന്നു. ഈ ചിത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമായിരുന്നു. പക്ഷേ പത്മജയെ ഉദ്ഘാടകയാക്കിയതിലുള്ള പ്രതിഷേധം കൊണ്ടൊന്നുമല്ല താൻ നിലവിളക്ക് കൊളുത്തുന്ന ഭാഗത്തേക്ക് പോകാതിരുന്നത് എന്നാണ് ചേട്ടൻ പിന്നീട് പറഞ്ഞത്. ഈ ചിത്രവും അദ്ദേഹത്തിന്റെ നടപടികളൊക്കെ വിവാദമായതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു നീണ്ട പ്രസംഗം അതിനു മുമ്പ് ചെയ്തതാ, വലിയ ക്ഷീണമായിരുന്നു, അതുപോലെ ഭയങ്കര ചൂട്. കേരളം ഇങ്ങനെ ചൂടിൽ കത്തിക്കരിയുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആ ചൂടും പ്രസംഗത്തിന്റെ ക്ഷീണമൊക്കെ ആയപ്പോൾ ഈ നിലവിളക്കിനടുത്തേക്ക് ചെല്ലാൻ വയ്യാത്തതുപോലെ ക്ഷീണിച്ചു പോയി. അതുകൊണ്ട് ഇരുന്നു പോയതാണ്. ശരിയായിരിക്കാം, പ്രായമൊക്കെ ഉള്ള ആളാണ്, ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ടാവും. ഈ ഒരു ന്യായം അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കാം. നമ്മൾ CKP ചേട്ടനെ പോലെയുള്ള ഒരാളെ നമ്മൾ ഇക്കാര്യത്തിൽ സംശയിക്കുന്നത് ശരിയല്ല. വളരെ സത്യസന്ധനായ, എന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം RSSലൊക്കെ പ്രവർത്തിച്ചു വന്ന ആളല്ലേ, നുണയൊന്നും പറയത്തില്ല. കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നയത്തോടും ഒക്കെ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും നുണ പറയില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. ക്ഷീണം കൊണ്ടായിരിക്കും പോകാതിരുന്നത്, നമുക്കത് സമ്മതിച്ചേ പറ്റും. അതാണ് പിറ്റേന്ന് മലയാള മനോരമയിൽ വന്ന അഭിമുഖ സംഭാഷണത്തിലെ പ്രയോഗം, നിഴൽ പ്രയോഗം. അദ്ദേഹം പറയുന്നത്, ജനസംഘം കാലം മുതൽ
പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളെ തഴഞ്ഞുകൊണ്ട് ഇന്നലെ വന്നവരെ, അതായത് ഒരു പാർട്ടിയിലിരുന്ന് അവിടെ ലഭിക്കാവുന്ന സുഖ സൗകര്യങ്ങൾ മുഴുവൻ അനുഭവിച്ചതിന് ശേഷം, പദവികൾ മുഴുവൻ ആസ്വദിച്ചതിന് ശേഷം ഇപ്പോ ബി ജെ പിയിലേക്ക് വരുന്ന ആളുകളെ പഴയ ആളുകളെക്കാൾ ഉയരത്തിൽ സപ്രപഞ്ചം വിരിച്ച് ഇരുത്തുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നത് ഇതിൽ പല പ്രവർത്തകർക്കും പ്രതിഷേധമുണ്ട്. അപ്പൊ പത്രലേഖൻ ചോദിച്ചു, ഇത്തരത്തിലുണ്ടാവുന്ന പ്രതിഷേധം പാർട്ടിയുടെ പ്രചാരണ പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? നമ്മുടെ പപ്പേട്ടൻ പറഞ്ഞത്, പ്രവർത്തകർ ഐക്യത്തോടുകൂടി പ്രവർത്തിക്കുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാവുക, പാർട്ടിക്കും അതിന്റെ സ്ഥാനാർത്ഥിക്കും ഒക്കെ പ്രയോജനം ഉണ്ടാകുക. പക്ഷേ ഇവിടെ പ്രവർത്തകർ വ്രണിത ഹൃദയരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെ ഐക്യത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും? വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ബി ജെ പിക്ക് വേണ്ടി അല്ലെങ്കിൽ RSSന് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ പോലീസിൽ അറസ്റ്റിലായവരുണ്ട്, ജയിലിൽ പോയവരുണ്ട്, ഇടി കൊണ്ടവരുണ്ട്, എതിരാളികളെ ഇടിച്ചു ചമ്മന്തിയാക്കിയവരുണ്ട്, വെയിൽ കൊണ്ട് വർഷങ്ങളോളം പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരുണ്ട്. അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് പുത്തൻ കൂറ്റുകാർ വന്ന് പാർട്ടി പിടിച്ചടക്കുന്നത് കാണുമ്പോൾ പ്രവർത്തകർ വ്രണത ഹൃദയരാവും. പക്ഷേ CK ചേട്ടൻ ഓർക്കേണ്ട ഒരു കാര്യം, ചേട്ടാ, ഈ വ്രണത ഹൃദയർ തന്നെയാണ് കാസർഗോഡ് ചേട്ടൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്മജ വന്നപ്പോൾ ചേട്ടനെ വിസ്മരിച്ചുകൊണ്ട് പത്മജയ്ക്ക് കീജയെ വിളിച്ചത്. അത് ചേട്ടൻ മറക്കരുത്. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ ചേട്ടൻ കേരളത്തിൽ നിന്നും അല്ലേ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. കാരണം ചേട്ടാ, BJPയിലെ കുറെ കാലമായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും പുതിയ കാലം എടുക്കാം, നമ്മുടെ സുരേഷ് ഗോപി, അദ്ദേഹം തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയാണ്, 2ാം വട്ടം. അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞു, ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കുവാന്ന്. പക്ഷെ അങ്ങോട്ട് പൊങ്ങിയില്ല, ഭാരം കൂടുതലായിരുന്നു. ഇത്തവണ തീർച്ചയായും എടുത്തിരിക്കും എന്ന് ഉറപ്പിച്ച് അദ്ദേഹം പ്രചാരണ രംഗത്തുണ്ട്. സർ, ഈ സുരേഷ് ഗോപിക്ക് BJPയുമായിട്ടുള്ള ബന്ധം എന്താ? ABVPയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ജനസംഘത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? പിന്നീട് BJP പ്രവർത്തിച്ചിട്ടുണ്ടോ? അദ്ദേഹം കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു സീറ്റിന് വേണ്ടി, ലോക്സഭാ സീറ്റിന് വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. പിന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹത്തിന്റെ BJP, ജനസംഘം, RSS, ABVP ബാക്ക്ഗ്രൗണ്ട് എന്താ? അദ്ദേഹം ഒരു വ്യവസായിയുടെ മരുമകനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു, അദ്ദേഹവും വ്യവസായിയായിരുന്നു. എന്നതിനപ്പുറത്ത് 2018 അദ്ദേഹം BJPയിൽ ചേരുന്നത്. അതിനുശേഷം എന്തെല്ലാം പദവികൾ, പല പല പാർലമെന്ററി കമ്മിറ്റിയിലെ അംഗത്വം, ചെയർമാൻ സ്ഥാനം, മന്ത്രിസ്ഥാനം, ഇതെല്ലാം ലഭിച്ചില്ലേ രാജീവ് ചന്ദ്രശേഖർ? അദ്ദേഹം അങ്ങനെ മുൻവാതിലൂടെ പ്രവർത്തന പാരമ്പര്യത്തിന്റെ അക്കൗണ്ടിൽ പാർട്ടിയിൽ വന്ന ആളാണോ? പിന്നെ അനിൽ ആന്റണി, AK ആന്റണിയുടെ മകൻ, അദ്ദേഹത്തിന്റെ ഓരോ തുള്ളി രക്തവും ഓരോ കഴഞ്ചും മാംസവും കോൺഗ്രസിന്റെ അല്ലേ സർ? പിന്നെ പഴയ കാലത്തേക്ക് പോയാൽ KS രാധാകൃഷ്ണൻ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിന്റെ പേരിൽ അദ്ദേഹം സർവകലാശാല വൈസ് ചാൻസലറായി, PUC ചെയർമാനായി. പക്ഷേ പോരാ എന്ന് തോന്നിയപ്പോ നമ്മുടെ പത്മജയെ പോലെ, പത്മജയ്ക്ക് ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഇരുന്നതാ? പാർലമെന്റിലേക്ക് മത്സരിച്ചു, നിയമസഭയിലേക്ക് മത്സരിച്ചു, KTDC ചെയർപേഴ്സണായി, പാർട്ടിയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയായ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ വന്നു. പക്ഷെ പോരാ, നമുക്ക് കിട്ടുന്നത് പോരാ, അവഗണിക്കപ്പെടുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇവരൊക്കെ പോയത്. അബ്ദുള്ള കുട്ടി CPMലും പിന്നീട് കോൺഗ്രസിലും ധാരാളം സൗഭാഗ്യങ്ങൾ അനുഭവിച്ച ആളാ. ഇതൊക്കെ അല്പം മുമ്പ് നടന്നവരാ. അവരൊക്കെ ഇപ്പം വലിയ റോളൊന്നുമില്ലാതെ ഷെഡിലാണെന്നാണ് തോന്നുന്നത്. അപ്പൊ ഇതാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേരളത്തിലെ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ മോദിജി വന്നല്ലോ. BJPയുടെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ കേരളത്തിലെ ഒരു ഉദ്ഘാടന കർമ്മം പോലെ നടന്ന ആ ചടങ്ങിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ നിരവധി തിരുവനന്തപുരത്തെ മാത്രമല്ല മറ്റു പലയിടങ്ങളെയും കോൺഗ്രസിന്റെയും CPMന്റെയും CPIയുടെ വരെ നേതാക്കന്മാർക്ക് ഈ BJPയുടെ സംസ്ഥാന നേതൃത്വം ഇരിക്കപ്പുറത്തി കൊടുത്തിട്ടില്ല.
എങ്ങനെയെങ്കിലും കുറെ പേരെ സംഘടിപ്പിച്ച് മോദിജി പത്തനംതിട്ട വരുന്നതിന് മുമ്പ് അവർക്ക് BJP-യിലേക്ക് കൊണ്ടുവരണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പപ്പച്ചേട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ചരിത്രവും പാരമ്പര്യവും ഒന്നുമില്ലാത്തൊരു പാർട്ടി, നേതാക്കളില്ലാത്തൊരു പാർട്ടിക്ക് നിന്ന് പിഴച്ചു പോകണമെങ്കിൽ മറ്റു പാർട്ടികളിൽ ഉള്ള ആളുകളെ, അത്യാവശ്യം ജനപ്രതിയൊക്കെ ഉള്ള ആളുകളെയൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നെങ്കിലേ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ മോദിജി വരുന്നതിന് മുൻ ദിവസങ്ങളിൽ ആരെങ്കിലുമൊക്കെ പിടിച്ചുകൊണ്ട് വരാൻ നമ്മുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ പറഞ്ഞു, ഒരു വലിയ ഒഴുക്കുണ്ടാവാൻ പോവാണ് കോൺഗ്രസിൽ നിന്നും CPM-ൽ നിന്നും എന്ന്. പക്ഷെ പോയതാരാ? പത്മിനി തോമസ് എന്ന് പറഞ്ഞൊരു മുൻ അത്ലറ്റ്. അവർക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് എനിക്കറിയില്ല. കോൺഗ്രസിന്റെ ഏതോ കായിക വേദിയുടെ തലപ്പത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. പിന്നീട് അവിടെ നിന്ന് മാറ്റിയെന്ന് മനസ്സിലാക്കി. അതല്ലാതെ അവർക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം എന്താണ്? അതുപോലെ തന്നെ ഒരു കൗൺസിലറായിരുന്ന തമ്പാനൂർ സതീഷ് തിരുവനന്തപുരത്ത് ചില മുൻ MLA-മാരെയൊക്കെ ശ്രമിച്ചു നോക്കിയതാ, അവരെയൊക്കെ കണ്ടമാനം സമ്മർദ്ദം ചെലുത്തിയതാ, പക്ഷെ കിട്ടിയില്ല. ആ കൂടെ കിട്ടിയത് പത്മിനി തോമസിനെയും തമ്പാനൂർ സതീഷിനെയും പിന്നെ ഈ തീരപ്രദേശത്ത് നിന്നൊക്കെയുള്ള ചില ചിറ്റ് നേതാക്കളെ, ചെറുകിട നേതാക്കളെ, അവരെയാണ് ആ കൂടെ കിട്ടിയത്. ഈ പത്മിനി തോമസിനെ BJP-യിലേക്ക് സ്വീകരിക്കുന്ന രംഗം കണ്ട് സങ്കടം തോന്നിപ്പോയി. സംസ്ഥാന പാർട്ടി ഓഫീസിൽ പോലും അവരെ വിളിച്ചില്ല. പകരം രാജീവ് ചന്ദ്രശേഖരന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് സുരേന്ദ്രൻ ഒരു കസേരയിൽ ഇരിക്കുന്നു, കൈനീട്ടി സ്വീകരിക്കുന്നു. പക്ഷെ അതിനുമുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പത്മിനി ചേച്ചിയെ സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. സമാനമായ ഒരു ചിത്രം കണ്ടത് നമ്മുടെ സുധാർഥൻ, അതായത് പൂക്കോട് വെറ്റിനറി കോളേജിൽ SFIയുടെ മർദ്ദനമേറ്റ് മരിച്ച സിദ്ധാർത്ഥന്റെ അച്ഛൻ ഒരു നിവേദനം സമർപ്പിക്കാൻ എത്തിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു കൈ നീട്ടി ആ നിവേദനം വായിക്കുന്ന ഒരു ചിത്രം. ഇവിടെയും ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പത്രത്തിൽ വന്ന ചിത്രമാണ് കണ്ടത്. പക്ഷെ അതിനു മുമ്പ്, ആ ചിത്രം എടുക്കുന്നതിന് മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ അച്ഛനെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടപ്പോൾ ഒന്ന് താരതമ്യപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പപ്പേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോഴത്തെ BJP എന്ന് പറയുന്നത് ഒരു ന്യൂ ജനറേഷൻ BJP-യാണ്. അങ്ങ് പ്രസിഡന്റായിരുന്ന കാലത്തെ തത്വാധിഷ്ഠിത BJP അല്ല ഇന്ന് ഉള്ളത്. ചേട്ടൻ വാസ്തവത്തിൽ നമ്മുടെ രാമൻപിള്ള ചേട്ടനെ കണ്ട് പഠിക്കുക വേണ്ടത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ശ്രദ്ധിക്കണം, അദ്ദേഹം അങ്ങേപോലെ നമ്മൾ ഈ സത്യാനന്തര കാലം എന്നൊക്കെ പറഞ്ഞ ഒരു തത്വാധിഷ്ഠിത കാലത്തെ BJP-യുടെ ഒരു പ്രസിഡന്റായിരുന്നു. അപ്പൊ പാർട്ടിയിൽ സംഭവിച്ച ചില അനഭിലഷണീയമായ കാര്യങ്ങളിൽ പ്രതിഷേധിച്ച് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു പോവുകയും കേരള ജനപക്ഷം എന്നൊരു പാർട്ടി ഉണ്ടാക്കി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തു. അതിന്റെ അനുഭവത്തിൽ നിന്നായി പറഞ്ഞത് കഴിഞ്ഞ ദിവസം. അദ്ദേഹം പറഞ്ഞു, തെരഞ്ഞെടുപ്പാകുമ്പോൾ നമുക്ക് ആളുകളെ വേണം, അവർ പാർട്ടിയിലേക്ക് വരണം, അവരുടെ യോഗ്യതയൊന്നും ഒരു പ്രശ്നമല്ല. അതായത് പാർട്ടിയിൽ തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർട്ടിയിലേക്ക് ഒരു യോഗ്യതയുമില്ലാത്ത ഏത് ആളുകളെയും, ഏതവനെയും, ഏത് വഷളനെയും പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതിൽ തെറ്റില്ല. അത് ഉത്തരേന്ത്യയിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്. അത് വളരെ ബോധപൂർവം തന്നെ കേരളത്തിലും നടപ്പാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. BJP-യിൽ കേരളത്തിന്റെ ചുമതലയുള്ള ജാവദേക്കർ, ആ പദവിക്ക് പ്രഭാരി എന്നോ മറ്റോ പറയുക, അദ്ദേഹം CKP ചേട്ടനെ വിളിച്ച് എന്താണ് കാസർഗോഡ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പത്രവാർത്തകളാണ്. ഇനി അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ മൂക്ക് മുറിക്കുമോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം എടുത്തൊരു കാര്യം ചോദിച്ചു, പത്മജ വേണുഗോപാലിനെ അവമാനിക്കുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പത്മജയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളി മാറും. അപ്പോൾ വിഷയം വേറെയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് CKP ചേട്ടൻ മുഖതാവിൽ അറിയിച്ചിട്ടുണ്ട്, ജാവദേക്കറെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന വിശ്വാസത്തിൽ CKP ചേട്ടന്റെ ശിരച്ഛേദം തൽക്കാലം ഒഴിവാക്കുന്നു.